ദൈവനാമത്തിനും മഹത്വമുണ്ടാകട്ടെ. എൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാ നല്ല പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി കരയറ്റുന്നു. എന്നാൽ നമുക്ക് കഴിഞ്ഞ ചോദ്യത്തിലേക്ക് കിടക്കാം. അതിൻ്റെ ഉത്തരങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പെലേഗിൻ്റെ സഹോദരൻ ആര്? പെലേഗിൻ്റെ സഹോദരൻ യൊക്താൻ ആയിരുന്നു. യഹോവ സർവഭൂമിയിലെ ഭാഷ കലക്കിക്കളഞ്ഞത് എവിടെ വെച്ച്? ശിനാർ മരുഭൂമിയിൽ വെച്ചാണ് യഹോവ സർവഭൂമിയിലെയും ഭാഷ കലക്കിക്കളഞ്ഞത്. ഭൂമിയിലുള്ള ജനത്തിന് ജലപ്രളയ ശേഷം എത്ര ഭാഷ ഉണ്ടായിരുന്നു? ഒരേ ഭാഷയും ഒരേ വാക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാബേലിൻ്റെ പഴയ പേര് എന്ത് എന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം. ശീനാർ എന്നായിരുന്നു ബാബേലിൻ്റെ പഴയ പേര്. മനുഷ്യൻ്റെ വലിയ ആഗ്രഹം എന്തായിരുന്നു? ആകാശത്തോളം എത്തുന്ന ഗോപുരം പണിക എന്നുള്ളതായിരുന്നു മനുഷ്യൻ്റെ വലിയ ആഗ്രഹം. ശേമിൻ്റെ ആദ്യജാതൻ ആര്? ശേമിൻ്റെ ആദ്യജാതൻ അർപ്പഷാദ് ആയിരുന്നു. അർപ്പഷാദിൻ്റെ പിതാവ് ശേം ആയിരുന്നു. നാഹോരിൻ്റെ പിതാവ് ആര്? ശെരൂഗ് ആയിരുന്നു നാഹോരിൻ്റെ പിതാവ്. പേരുണ്ടാക്കാനുള്ള മനുഷ്യൻ്റെ ആദ്യ ശ്രമം എന്താണ്? ബാബേൽ ഗോപുര നിർമ്മാണം. അർപ്പഷാദ് ജനിക്കുമ്പോൾ ശേമിന് എത്ര വയസ്സായിരുന്നു? ശേമിന് 100 വയസ്സായിരുന്നു അർപ്പഷാദ് ജനിക്കുമ്പോൾ. നാഹോരിൻ്റെ മകൻ ആര്? തേരഹായിരുന്നു നാഹോരിൻ്റെ പിതാവ്. തേരഹ് ജനിക്കുമ്പോൾ നാഹോരിന് എത്ര വയസ്സായിരുന്നു? 29 വയസ്സായിരുന്നു തേരഹ് ജനിക്കുമ്പോൾ നാഹോരിന്. അബ്രഹാമിൻ്റെ പിതാവ് ആര്? അബ്രഹാമിൻ്റെ പിതാവ് തേരഹാണ്. നാഹോരിൻ്റെ ആയുഷ്കാലം എത്ര? 119 സംവത്സരമായിരുന്നു നാഹോരിൻ്റെ ആയുഷ്കാലം. അബ്രഹാമിൻ്റെ സഹോദരന്മാർ ആരെല്ലാം? അബ്രഹാമിൻ്റെ സഹോദരന്മാർ നാഹോരും ഹാരാനും ആയിരുന്നു. അടുത്ത ചോദ്യം, ലോത്തിൻ്റെ അപ്പൻ ആരായിരുന്നു? ലോത്തിൻ്റെ അപ്പൻ ഹാരാൻ ആയിരുന്നു. തേരഹിന് മുൻപ് മരിച്ചുപോയത് ആര്? ഹാരാനാണ് തേരഹിന് മുൻപ് മരിച്ചുപോയത്. ഹാരാൻ മരിച്ച സ്ഥലം ഏത്? ഹാരാൻ മരിച്ച സ്ഥലം കൽദയ പട്ടണമായ ഊര് ആയിരുന്നു. അടുത്ത ചോദ്യം, അബ്രഹാമിൻ്റെ ഭാര്യയുടെ പേര് എന്താണ്? സാറായി എന്നായിരുന്നു അബ്രഹാമിൻ്റെ ഭാര്യയുടെ പേര്. നാഹോരിൻ്റെ ഭാര്യയുടെ പേരെന്ത്? നാഹോരിൻ്റെ ഭാര്യയുടെ പേര് മിൽക്ക എന്നായിരുന്നു.
ഹാരാൻ്റെ പെൺമക്കൾ ആരെല്ലാം? ഹാരാൻ്റെ പെൺമക്കൾ മിൽക്ക, ഇസ്ക ആയിരുന്നു. അബ്രഹാമിൻ്റെ ജന്മസ്ഥലം ഏത്? ഊര് ആയിരുന്നു അബ്രഹാമിൻ്റെ ജന്മസ്ഥലം. തേരഹിൻ്റെ ആയുഷ്കാലം എത്ര? 205 സംവത്സരമാണ് തേരഹിൻ്റെ ആയുഷ്കാലം. 205 സംവത്സരം. യഹോവ അബ്രഹാമിനോട് എവിടെ പോകാനാണ് പറഞ്ഞത്? ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് യഹോവ അബ്രഹാമിനോട് പറഞ്ഞു. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. എന്നാൽ ഇതുവരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെല്ലാം അയച്ചു. സമ്മാനത്തിന് അർഹ ആയത് ശ്യാമിലിയാവുന്നു. ശ്യാമിലിക്ക് സമ്മാനം കൊടുക്കുന്നതായിരിക്കും. എന്നാൽ ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ചോദ്യം, ആദ്യത്തെ ചോദ്യം, അബ്രഹാമിനെ ശപിക്കുന്നവനെ ആരാണ് ശപിക്കുന്നത്? അബ്രഹാമിനെ ശപിക്കുന്നവനെ ആരാണ് ശപിക്കുന്നത്? ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ആരെല്ലാം? ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ആരെല്ലാം? മൂന്നാമത്തെ ചോദ്യം, അബ്രഹാമിന് ഏത് ദേശം കൊടുക്കാമെന്നാണ് യഹോവ പറഞ്ഞത്? അബ്രഹാമിന് ഏത് ദേശം കൊടുക്കാമെന്നാണ് യഹോവ പറഞ്ഞത്? അടുത്ത ചോദ്യം, കനാനിൽ പാർത്തിരുന്നവർ ആരെല്ലാം? കനാനിൽ പാർത്തിരുന്നവർ ആരെല്ലാം? അബ്രഹാം ആദ്യമായി യാഗപീഠം പണിത സ്ഥലം ഏത്? അബ്രഹാം ആദ്യമായി യാഗപീഠം പണിത സ്ഥലം ഏത്? അബ്രഹാം മിസ്രൈമിൽ ചെന്ന് പാർക്കാനുള്ള കാരണം എന്ത്? അബ്രഹാം മിസ്രൈമിൽ ചെന്ന് പാർക്കാനുള്ള കാരണം എന്ത്? അടുത്ത ചോദ്യം, സൗന്ദര്യമുള്ള സ്ത്രീയെന്ന് ആദ്യം വിളിക്കപ്പെട്ടവൾ ആര്? സൗന്ദര്യമുള്ള സ്ത്രീയെന്ന് ആദ്യം വിളിക്കപ്പെട്ടത് ആര്? അടുത്ത ചോദ്യം, സാറായി അതിസുന്ദരിയെന്ന് കണ്ടവർ ആര്? സാറായി അതിസുന്ദരിയെന്ന് കണ്ടവർ ആര്? അടുത്ത ചോദ്യം, ഫറവോൻ്റെ അരമനയിൽ പോകേണ്ടി വന്ന പ്രവാചക ഭാര്യ ആര്? ഫറവോൻ്റെ അരമനയിൽ പോകേണ്ടി വന്ന ആദ്യ പ്രവാചക ഭാര്യ ആര്? അടുത്ത ചോദ്യം, ഫറവോനെയും അവൻ്റെ കുടുംബത്തെയും ദണ്ഡിപ്പിച്ചത് ആര്? ഫറവോനെയും അവൻ്റെ കുടുംബത്തെയും ദണ്ഡിപ്പിച്ചത് ആര്? അടുത്ത ചോദ്യം, മിസ്രൈമിൽ നിന്നും അബ്രഹാം പുറപ്പെട്ടപ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു? മിസ്രൈമിൽ നിന്നും അബ്രഹാം പുറപ്പെട്ടപ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു? അടുത്ത ചോദ്യം, കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ ബഹുസമ്പന്നനായിരുന്ന പൂർവ്വ പിതാവ് ആര്?
കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ ബഹുസമ്പന്നനായിരുന്ന പൂർവ പിതാവ് ആര്? അടുത്ത ചോദ്യം, അബ്രഹാം ആദ്യം കൂടാരം ഉണ്ടാക്കിയ സ്ഥലം ഏത്? അബ്രഹാം ആദ്യം കൂടാരം ഉണ്ടാക്കിയ സ്ഥലം ഏത്? കന്നുകാലികളും വളരെ സമ്പത്തും ഉണ്ടായിരുന്നതിനാൽ ഒന്നിച്ച് പാർപ്പാൻ കഴിയാതെ വന്നവർ ആരെല്ലാം? കന്നുകാലികളും വളരെ സമ്പത്തും ഉണ്ടായിരുന്നതിനാൽ ഒന്നിച്ച് പാർപ്പാൻ കഴിയാതെ വന്നവർ ആരെല്ലാം? അടുത്ത ചോദ്യം, യഹോവയുടെ തോട്ടങ്ങൾ പോലെ ആയിരുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? യഹോവയുടെ തോട്ടങ്ങൾ പോലെ ആയിരുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? അടുത്ത ചോദ്യം, സോദോം വരെ കൂടാരം നീക്കി നീക്കി അടിച്ചവർ ആര്? സോദോം വരെ കൂടാരം നീക്കി നീക്കി അടിച്ചവർ ആര്? അടുത്ത ചോദ്യം, അബ്രഹാം പാർത്ത സ്ഥലം ഏത്? അബ്രഹാം പാർത്ത സ്ഥലം ഏത്? അടുത്ത ചോദ്യം, സോദോം നിവാസികൾ എങ്ങനെ ഉള്ളവർ ആയിരുന്നു? സോദോം നിവാസികൾ എങ്ങനെ ഉള്ളവർ ആയിരുന്നു? അടുത്ത ചോദ്യം, അബ്രാം ഹെബ്രോനിൽ പാർത്തതെവിടെ? അബ്രാം ഹെബ്രോനിൽ പാർത്തത് എവിടെ? അടുത്ത ചോദ്യം, ശീനാർ രാജാവിൻ്റെ പേര് എന്ത്? ശീനാർ രാജാവിൻ്റെ പേര് എന്ത്? അടുത്ത ചോദ്യം, സോവറിൻ്റെ മറുപേര് എന്ത്? സോവറിൻ്റെ മറുപേര് എന്ത്? അടുത്ത ചോദ്യം, എലാസാർ രാജാവിൻ്റെ പേര് എന്ത്? എലാസാർ രാജാവിൻ്റെ പേര് എന്ത്? അടുത്ത ചോദ്യം, പ്രവാചകൻ പുരോഹിതന് ദശാംശം കൊടുത്തു. പ്രവാചകനും പുരോഹിതനും ആര്? പ്രവാചകൻ പുരോഹിതന് ദശാംശം കൊടുത്തു. പ്രവാചകനും പുരോഹിതനും ആര്? അടുത്ത ചോദ്യം, ഏലാം രാജാവിൻ്റെ പേര് എന്ത്? ഏലാം രാജാവിൻ്റെ പേര് എന്ത്? അടുത്ത ചോദ്യം, ജാതികളുടെ രാജാവ് ആര്? ജാതികളുടെ രാജാവ് ആര്? ഓക്കെ, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അയയ്ക്കുക. ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് ചോദ്യങ്ങളെല്ലാം ചോദിച്ചത്. എളുപ്പമുണ്ട്. ഒരധ്യായത്തിൽ നിന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഉത്തരം എഴുതുവാൻ എളുപ്പമുണ്ട്. ഉത്തരമെല്ലാം എഴുതിയവർക്കും വീഡിയോ എല്ലാം സപ്പോർട്ട് ചെയ്തവർക്കും നന്ദി കരയറ്റുന്നു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇതുവരെയുള്ള ചോദ്യത്തിന് ഉത്തരം ഒന്നാം സമ്മാനം ഒന്നാം സ്ഥാനത്ത് വന്നത് ഷാമിലി ആകുന്നു. ഷാമിലിക്ക് സമ്മാനം കൊടുക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.